അങ്ങനെ ചത്താപ്പാച്ച സിനിമ അങ്ങനെ ഒഫീഷ്യലായിട്ട് തിയേറ്റർ റിലീസിന് ശേഷം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. 23-നാണ് ജനുവരി മാസം ചത്താപ്പാച്ച സിനിമ എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. വലിയൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് പുറത്തു വരുന്ന WWE ബേസ് ചെയ്ത് വരുന്ന ഇന്ത്യൻ മലയാള സിനിമയാണത്. ഈവൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ജനത ആദ്യമായിട്ടായിരിക്കും. എന്തായാലും പടം ഓൾമോസ്റ്റ് നല്ലൊരു RDX പോലത്തെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 35 അല്ലെങ്കിൽ 33-അടുത്തൊക്കെയാണ് സിനിമയുടെ ഫൈനൽ വേൾഡ് ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈവൻ സിനിമയിൽ മമ്മൂക്കയുടെ ഒരു കഥാപാത്രം വലിയ രീതിയിൽ പടത്തിന് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് ഷെയ്ഡ് ബോക്സ് ഓഫീസിൽ. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അത്ര നല്ല കളക്ഷൻ അല്ല ഫൈനലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈവൻ സിനിമയ്ക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. വേൾഡ് വൈഡ് പാൻ ഇന്ത്യൻ റിലീസാണ് സിനിമ. ഒരേ സമയത്ത് പല ഭാഷകളിൽ ഡബ് ചെയ്താണ് തിയേറ്റർ റിലീസിന് വന്നത്. ഈവൻ കേരളത്തിൽ നിന്ന് മാത്രം 15 കോടിന് മുകളിൽ കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ട് ബോക്സ് ഓഫീസ്. വേൾഡ് വൈഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 33-34ഒക്കെയാണ് ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നെഗറ്റീവായിട്ട് വന്ന മമ്മൂക്കിയുടെ ഒരു കേമിയോ റോൾ തന്നെയാണ്. മമ്മൂക്കിയുടെ ഒരു കൊച്ചി സ്റ്റൈൽ ആ ഒരു ഡയലോഗ് അത് നല്ലപോലെ പാളിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ. ഈവൻ അതൊക്കെ വന്നപ്പോൾ പലരും ചിരിച്ചു, പലരത് ചിരിച്ച് തമാശയായിട്ട് വിട്ടില്ല. അത് ബോക്സ് ഓഫീസിനെ തന്നെ നല്ലപോലെ ബാധിച്ചു, ആ ഒരു സിനിമേനെ തന്നെ അത് നല്ലപോലെ ബാധിച്ചു. പക്ഷെ എന്നാൽ പോലും സിനിമ ഹിറ്റ് തന്നെയാണ്. കാരണം 15 കോടിയിൽ വന്ന സിനിമയ്ക്ക് നല്ലൊരു ബിസിനസ് ലഭിച്ചിട്ടുണ്ട്. ഈവൻ OTT റൈറ്റ്സ് ഒക്കെ നെറ്റ്ഫ്ലിക്സ് മേടിച്ച് നല്ലൊരു പൈസയ്ക്കാണ്. എന്നാൽ പോലും ഈ ഒരു സിനിമേൻ്റെ ആ ഒരു മമ്മൂക്കയുടെ ആ ഒരു ഡബ്ബിങ് കാരണം സിനിമ മോശമായി പോയി. എന്നിട്ടും നമ്മുടെ മമ്മൂക്ക ഈ ഒരു 74 വയസ്സിലായിട്ട് പോലും പുള്ളിക്കാർ കമ്മിറ്റ്മെൻറ്റ് എന്തായാലും ആരും കാണാതെ പോകരുത്. കാരണം പുള്ളിക്കാരൻ എന്നിട്ട് ഈ ഒരു OTT വേർഷനായിട്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു ഡബ്ബ് വീണ്ടും റീഡബ് ചെയ്ത് നൽകാൻ സാധിക്കുന്നു. ഇപ്പോൾ നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത് തിയേറ്ററിൽ ഓടുന്ന അതേ പകർപ്പ് തന്നെയല്ല, ആ ഒരു ഡബ്ബിങ് മാറ്റം കാണാൻ സാധിക്കും നിങ്ങൾക്ക്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ആരും കാണാതെ പോകരുത്. പക്ഷേ പുള്ളിക്കാരൻ അത് സ്റ്റേജിൽ വെച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ ചെയ്തു അവർ പറഞ്ഞ പോലെ ഇനി ആ സിനിമയ്ക്ക് എനിക്കൊരു പങ്കുമില്ലെന്ന ഒരു ടോക്കാണ് പുള്ളിക്കാരൻ അടിച്ചു വിട്ടത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ മമ്മൂക്കേനെ പൊങ്കാലിട്ടുണ്ടാവും അതേ പകർപ്പ് തന്നെ വരികയാണെങ്കിൽ. എന്നാൽ പോലും പുതിയ റീഡബ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുക. സിനിമ കണ്ടവരാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഇതിൽ കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് വരും ദിവസങ്ങളായിരുന്നു. പക്ഷേ എല്ലാവരും ഇത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ന്യൂസ് ചാനൽ.